ഹായ് ഗൈസ്, ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് ഡ്രൈ മസാലയാണ്. ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള പ്രോൺസ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ പൊട്ടറ്റോ കൂടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ആവശ്യമായിട്ടുള്ള 3 മീഡിയം സൈസ് സവാള, 2 പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, പിന്നെ ജിഞ്ചർ ഗാർലിക്. ഇതിൽ ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 3 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ അരിഞ്ഞിട്ടാലും മതി, ചതച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇത് നമുക്ക് ഒരു പാനിലിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അപ്പം ഞാനിത് വഴറ്റിയെടുക്കുകയാണ്. ഉള്ളി പെട്ടെന്ന് തന്നെ വഴഞ്ഞ് കിട്ടാനായിട്ട് ഞാനൊരല്പം ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴഞ്ഞതിന് ശേഷം ഞാനൊരല്പം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കൊഞ്ചനിലും പൊട്ടറ്റോയിലും നമ്മൾ ആവശ്യത്തിന് മുളക് ചേർത്തതാണ്. അപ്പോൾ ഇതിലൂടെ ഒത്തിരി മുളക് ചേർത്താൽ അത് ഭയങ്കര എരിവായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് മല്ലിയുടെ ഒരു ഫ്ലേവർ കിട്ടിയാൽ മതിയാവും. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി യോജിപ്പിച്ചതിന് ശേഷം ഒരല്പം വെള്ളം ഇതിലേക്ക് ഒഴിക്കേണ്ടതുണ്ട്. അപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ, ജസ്റ്റ് ഉള്ളി ഒന്ന് നനഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷം ഞാൻ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. അങ്ങനെ നമ്മുടെ പ്രോൺസ് ഡ്രൈ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.